സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയമന്ത്രങ്ങളിൽ ഒന്ന്. CPMനെ അസ്വസ്ഥമാക്കിയ വരികൾ. മറുപാരടികൾ എഴുതാനും പ്രചരിപ്പിക്കാനും CPM മാത്രമല്ല ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്, BJPയുമുണ്ട്. പുരാവസ്തു തട്ടിപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പോറ്റിയെ കയറ്റിയവർ കോൺഗ്രസുകാരാണെന്നാണ് CPM BJP വാദം. സോണിയാഗാന്ധിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചരട് കെട്ടിയ ചിത്രം നേതാക്കൾ മാത്രമല്ല മുഖ്യമന്ത്രിയും ആയുധമാക്കും. സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന്, ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ് കേട്ടില്ലേ. അപ്പോൾ പോറ്റി ഒറ്റക്ക് അവിടെ ചെല്ലുകയല്ല, പോറ്റി ഒരു ഭാഗത്ത്, പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷക സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ. ഇതെങ്ങനെയാണ് ഈ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, അത്ര മാത്രം സുരക്ഷിതത്വമുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത്? 3 CPM നേതാക്കൾ ജയിലിൽ കിടക്കുന്നു. പോറ്റിയെ കയറ്റിയെ പാരഡി ഗാനം CPMനെ നാണക്കേടിലാക്കുന്നു. തിരിച്ചടിക്കാൻ കിട്ടിയത് സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും നിൽക്കുന്ന ഫോട്ടോ. കൂട്ടത്തിൽ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും. UDF ഭരണകാലത്ത് പോറ്റി സന്നിധാനത്തെ ചടങ്ങുകളിൽ വന്ന ചിത്രങ്ങളും. ശബരിമലയ്ക്ക് ആംബുലൻസ് കൊടുക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റി നിൽക്കുന്ന പടം പ്രചരിപ്പിച്ചതും പിണറായി വിജയൻ തിരിച്ചടിക്ക് ഉപയോഗിച്ചു. നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചു പിടിക്കാനുള്ള അവസാന ശ്രമം. ഞങ്ങൾ മാത്രമല്ല അവരും ഉണ്ടെന്ന തന്ത്രപരമായ തിരിച്ചടി നൽകൽ. ഈ കള്ളക്കടത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊള്ളയുടെ പ്രധാനപ്പെട്ട വക്താവും ആ സ്വർണം കൊണ്ടുപോയിട്ട് വിറ്റു എന്ന് കൃത്യമായിട്ട് അവർ തന്നെ സ്വർണം കടത്തല്ലോ, സ്വർണം കണ്ടെത്തി. അവര് എന്തടിസ്ഥാനത്തിലാണ് ഇവരെല്ലാമായിട്ടുള്ള ബന്ധം ശക്തിപ്പെട്ടു എന്നത് മുഖ്യം പറയേണ്ടിയുണ്ട്. UDF കൺവീനറെ ചോദ്യം ചെയ്യും എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് SITയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? ആ വാർത്ത മാധ്യമങ്ങൾ കൊടുത്തതിൻ്റെ പിന്നാലെയല്ലേ പ്രതിപക്ഷ നേതാവ് SITക്കെതിരായി രംഗത്തെത്തിയത്? മണിക്കൂറുകൾ കൊണ്ടാണ് ഈ മലക്കം മറിച്ചത്. ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഇപ്പം അന്വേഷണത്തിൻ്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ ആ പാരഡി ഗാനം ഒന്ന് അന്ന് പാടിയതുപോലെ ഒരുമിച്ചിരുന്ന് കൂട്ടമായിട്ട് പാടിയാൽ മതി. പാരഡി പാടിയത് ഇപ്പോൾ കൂട്ട നിലവിളിയായിട്ട് മാറുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഈ പോറ്റി സോണിയാഗാന്ധിയെ കണ്ട സമയത്ത് എങ്ങനെയാണ് ഇപ്പോൾ പോറ്റി ഇപ്പോൾ ശബരിമലയിൽ നിന്ന് വരകുന്ന ഒരാളെന്ന നിലയിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തി, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് ആരെങ്കിലും എത്തിച്ചു എന്ന് വിചാരിക്കുക. ഈ ബെല്ലാരി ഗോവർദ്ധനം, ഈ പങ്കജ ഭണ്ഡാരി എങ്ങനെ സോണിയാഗാന്ധിക്കൊപ്പം എത്തി? അവിടെ അടൂർ പ്രകാശിൻ്റെ പങ്കെന്താണ്? ചോദ്യങ്ങൾ ഇരട്ടിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചില ചോദ്യങ്ങളിലൂടെ മുന്നോട്ട് വച്ചപ്പോൾ അതിൽ അദ്ദേഹത്തിന് ചെറിയൊരു വിഷമമുണ്ടായി. ഇപ്പോൾ വ്രണതഹൃദയനായ അദ്ദേഹം ഒന്ന് പ്രതികരിക്കുകയാണ്, ഒരു ഉണ്ടയില്ലാ വെടി. പക്ഷേ ഒരു UDF കൺവീനർ ഇത്ര ഒരു തമാശക്കാരനാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം ഇങ്ങനെ തമാശക്കാരനാകരുത്. അദ്ദേഹം നുണ പറയുമ്പോൾ പോലും ഒരു യുക്തിയോടുകൂടി പറയണം. CPM സംസ്ഥാന സെക്രട്ടറിയും ഇതേ ആരോപണം ഉന്നയിച്ചതും CPM ഇനി പറയാൻ പോകുന്ന ന്യായീകരണം ഇതുതന്നെ എന്ന് വ്യക്തമാക്കുന്നത്. BJPയും ഇതേ ചിത്രം കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്നു. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. സ്വർണം വിറ്റതാർക്കപ്പ, കോൺഗ്രസിനാണേ അയ്യപ്പ. ഇതാണ് BJP മന്ത്രം. വൈറലായിട്ടുള്ള ഒരു പാട്ട് ഇപ്പം ഇറങ്ങിയല്ലോ, ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടി വരുമെന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തി നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. സ്വർണം വിറ്റത് ആർക്കപ്പ, കോൺഗ്രസിനാണ് അയ്യപ്പ. ലാഭം കൊയ്തത് ആരൊക്കെ, ഇന്ത്യ മുന്നണി ഒറ്റക്ക്. ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു പാരഡി ഗാനമായിട്ട് പാടുന്ന സ്ഥിതി വരും. എങ്ങനെയാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം നൽകിയ മോഷ്ടാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ സ്വർണം വിലക്കെടുത്തു എന്ന് പറയുന്ന വ്യാപാരിയും ഒരുമിച്ച് സോണിയാഗാന്ധിയെ കാണുന്നത്?
ഏത് കാലഘട്ടത്തിലാണ് സോണിയാഗാന്ധിയെ അവർ സന്ദർശിക്കുന്നത്? ആരാണ് സോണിയാഗാന്ധിക്ക് അവരെ പരിചയപ്പെടുത്തിയത്? ശബരിമല സ്ത്രീ പ്രവേശന പ്രക്ഷോഭത്തിലെ രാഷ്ട്രീയ നേട്ടം UDF-ലേക്ക് മാത്രം പോയത് ഇനി ആവർത്തിക്കാതിരിക്കാൻ കോൺഗ്രസിനെ കൂടി സ്വർണ്ണക്കൊള്ളയുടെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രപരമായ രാഷ്ട്രീയ നീക്കം. എന്തിന് പോറ്റി സോണിയയെ കണ്ടു? ആരാണ് അവസരം ഉണ്ടാക്കി കൊടുത്തത്? കോൺഗ്രസുകാർക്ക് പോറ്റിയുമായും ഗോവർദ്ധനുമായുള്ള ബന്ധമെന്ത്? ഇതിനെല്ലാം ഉപരിയായി സോണിയാഗാന്ധിയുടെ ഇറ്റലിയിലെ ബന്ധുവിൻ്റെ പുരാവസ്തു കച്ചവടത്തിലേക്കും BJP ആരോപണത്തിൻ്റെ സൂചി തിരിയുന്നു. അവിടെ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാനില്ല അത് നിങ്ങൾ അന്വേഷിക്കണം. അല്ലല്ല, ഞാൻ ഒരു കാരണവശാലും അടൂർ പ്രകാശ് മുഖാന്തരം അങ്ങനെ ഒരു അവിടെ പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ അന്ന് എനിക്കറിയില്ല ഇയാൾ ഈ കാട്ടുകൊള്ളക്കാരനാണെന്നോ കൊള്ള സംഘത്തിൻ്റെ തലവനാണെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല അവിടെ പോയത്. ആര് അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുത്താലും എന്താ കുഴപ്പം? അന്ന് അയാൾ ഏതെങ്കിലും കേസിൽ പ്രതിയാണോ? അവരെയൊക്കെ എത്ര പേര് കാണുന്നു? 100 കണക്കിന് ആളുകൾ കാണും. അവരെയൊക്കെ എത്ര പേര് കാണും? അന്ന് അയാളൊരു കേസിൽ പ്രതിയായിട്ടുള്ള ആളല്ലല്ലോ. അയാൾക്ക് പല ബന്ധങ്ങളും കാണും, പല ആളുകൾ കാണും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ മനഃപൂർവ്വം പോയി ആളുകളെ കണ്ട് ഫോട്ടോയൊക്കെ എടുക്കും. അത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊരു തെറ്റല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഫോട്ടോ എടുത്തവരല്ലല്ലോ അന്വേഷിക്കുന്നത്. പല ക്രിമിനലുകൾക്കും പല കുഴപ്പക്കാർക്കും ഒക്കെ പലരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്തതാണ്. ഫോട്ടോ എടുത്തവരെയൊക്കെ പ്രതികളാകാൻ പറ്റുമോ? ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എടുത്ത എല്ലാവരും അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിയാവണമല്ലോ. പിണറായി വിജയൻ SIT ചോദ്യം ചെയ്യണമല്ലോ. പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി നിൽക്കുന്ന പടം ഉണ്ടല്ലോ. അത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, അവരുടെ തലയിൽ നെല്ലിക്ക തളം വെക്കേണ്ട നേരമായി. അതിശക്തമായിട്ട് ഞങ്ങൾ ഇടപെടുക മാത്രമല്ല, സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇപ്പം നടക്കുന്ന പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം ഇതേ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പോറ്റിക്ക് ഉൾപ്പെടെ ജാമ്യം കിട്ടുന്ന അവസ്ഥ കേരളത്തിലുണ്ടാവും. സോണിയാഗാന്ധിയുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ കുറ്റക്കാരാണെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി കുറ്റക്കാരനല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് ഒഴിഞ്ഞു മാറുന്നത്? എന്തുകൊണ്ടാണ്? CPM BJP അന്തർധാര, സഖാക്കൾ അറസ്റ്റിലാകുമ്പോൾ BJPയുടെ രക്ഷാപ്രവർത്തനം, ഇങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന്റെ ശ്രമം. സ്വർണ്ണക്കൊള്ള നടന്നത് ഇടത് ഭരണകാലത്തും ഇടത് ഭരണസമിതിയുടെ കാലത്തുമാണെന്ന് വ്യക്തം. അതിനിടെ കോൺഗ്രസിനെ കൂടി സംശയനിഴലിലേക്ക് കൊണ്ടുവരുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കലാണ്. 1998 മുതലുള്ള ശബരിമലയിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന് CPM-ഉം BJP-യും നേരത്തെ മുതൽ ആവശ്യപ്പെടുന്നതാണ്. ഹൈക്കോടതി പക്ഷേ 2019 മുതൽ 2025 വരെയുള്ള കാലത്തെ സ്വർണ്ണക്കൊള്ളയിലേക്കാണ് ശ്രദ്ധയൂന്നിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള വിവാദം UDF-നെ സഹായിച്ചത് തിരിച്ചറിഞ്ഞുള്ള രക്ഷാപ്രവർത്തനത്തിന് CPM ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയ ലാഭം തങ്ങൾക്ക് കൂടി അർഹതപ്പെട്ടതാണെന്ന് BJP-യും തിരിച്ചറിയുന്നു. അതിനുമപ്പുറം ഈ വാഗ്വാദങ്ങൾക്ക് ആയുസ്സുണ്ടാകാൻ ഇടയില്ല. തട്ടിപ്പുകാർ പ്രമുഖർക്കൊപ്പം എടുത്ത ഫോട്ടോകൾ മാത്രം ഉയർത്തിക്കാട്ടി പങ്കാളിത്തം ആരോപിക്കുന്നതിൽ കാര്യമില്ല. സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴും മുഖം നഷ്ടമായത് CPM-ന് തന്നെയാണ്. കടകംപള്ളിയെ ഇനിയും ചോദ്യം ചെയ്യേണ്ടി വന്നാൽ അത് കൂടുതൽ വികൃതമാകും.